ഹലോ എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൗലിക കടമകളെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൗലിക കടമകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല PSCയിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മൗലിക കടമകൾ നമുക്കറിയാം. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. ആ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല, അല്ലേ? ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി എപ്പോഴാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? അപ്പോൾ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അനുച്ഛേദങ്ങളും പട്ടികകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അനുച്ഛേദങ്ങളിലെ ഏതെങ്കിലും പുതിയതായിട്ട് പുതിയൊരു ആർട്ടിക്കിൾ, പുതിയൊരു വകുപ്പ് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഭരണഘടന ഭേദഗതി ചെയ്യണം. ആ ഒരു ഭേദഗതി ഉണ്ടാവും, അതിനനുസരിച്ചാണ് അടുത്ത ആർട്ടിക്കിൾ, ഏതെങ്കിലും വകുപ്പ് ആഡ് ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഒരു ഭേദഗതി വരുത്തണം, ഭരണഘടനാ ഭേദഗതി ഉണ്ടാകണം, അല്ലേ? ഒരു ഭരണഘടനാ ഭേദഗതി അവിടെ വേണം. അപ്പോൾ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി, അല്ലേ? 42ാം ഭേദഗതിയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി, അല്ലേ? ഏതാണ് വർഷം? 1976 വർഷം. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 1976. പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 1977 പ്രാബല്യത്തിൽ വരുന്നത്, ജാനുവരി 3. 1977 ജാനുവരി 3 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? ഭരണഘടനാ ഭേദഗതി വരണം, അതിനുശേഷമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളുന്നത്, ആ വകുപ്പ് ആഡ് ചെയ്യുന്നത്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 4A എന്ന ഭാഗത്താണ്, 4A എന്ന ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലേ? ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 4A എന്ന ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് വകുപ്പിലാണ് മൗലിക കടമകളെക്കുറിച്ച് പറയുന്നത്? അനുച്ഛേദം 51A, അല്ലേ? ആർട്ടിക്കിൾ 51A ഏതിനെപ്പറ്റി പറയുന്നത്? മൗലിക കടമകളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഏതാണ്? 51A മൗലിക കടമകൾ, ഇന്ത്യൻ പൗരന്മാർ ചെയ്യേണ്ട മൗലിക കടമകളെപ്പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 51A. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇനി അടുത്തത്, മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരായിരുന്നു? ഈ 42ാം ഭേദഗതി വരുമ്പോൾ, അതായത് 1976 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു ഇന്ത്യയുടെ പ്രസിഡന്റ്.
ഏതു രാജ്യത്തെ അനുകരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്? ഏതു രാജ്യത്തെ അനുകരിച്ചായിരുന്നു? റഷ്യയെ അനുകരിച്ചായിരുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയായി 1976 എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 10 മൗലിക കടമകൾ അല്ലേ? 1976 ഏത് ഭേദഗതിയാണ് വന്നത്? 42ാം ഭേദഗതി. അതുവഴി എത്ര മൗലിക കടമകളാണ് ഉൾപ്പെടുത്തിയത്? 10 മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഇപ്പോഴുള്ളത്? ഇപ്പോൾ എത്ര മൗലിക കടമകളുണ്ട്? 11 മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഇപ്പോഴുള്ളത്. 11ാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി വഴിയാണ്? 86ാം ഭേദഗതി വഴിയാണ് ഏത് കടമ കൂട്ടിച്ചേർത്തത്? 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത്. അതെന്തെന്നറിയപ്പെടുന്ന 21A ആർട്ടിക്കിൾ 21A ആണ് 11ാമത്തെ മൗലിക കടമ. എന്താണ് ആ കടമ പറയുന്നത്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി കൂട്ടിച്ചേർത്തു അല്ലേ? വിദ്യാഭ്യാസ അവകാശമാണ് വരുന്നത് 21A. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി കൂട്ടിച്ചേർത്തു അല്ലേ? 86ാം ഭേദഗതി 21A ആണ്. ആർട്ടിക്കിൾ 21A ആണ് ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത്. അതെന്താണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. 86ാം ഭേദഗതി എപ്പോഴാണ് നിലവിൽ വന്നത്? 2002ലാണ്. 2002ലാണ് 86ാം ഭേദഗതി നിലവിൽ വന്നത്. നിർദ്ദേശക തത്വങ്ങളെപ്പോലെ മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുകയില്ല അല്ലേ? നിർദ്ദേശ തത്വങ്ങളെപ്പോലെ തന്നെയാണ് മൗലിക കടമകളും, കോടതിയിലൂടെ നമുക്കത് സ്ഥാപിച്ചെടുക്കാൻ കഴിയുകയില്ല. ഇനി നമുക്ക് മൗലിക കടമകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആശയങ്ങളെ പിന്തുടരുക. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക. രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും തയ്യാറാവുക. മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നീ വൈരുദ്ധ്യങ്ങൾക്കതീതമായി എല്ലാവർക്കുമിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക. സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുക. ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക. പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ജീവികളോട് അനുകമ്പ പുലർത്തുക. ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക. പൊതുസ്വത്ത് സംരക്ഷിക്കുക. അക്രമം ഉപേക്ഷിക്കുക. എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി ഔന്നിത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. അടുത്തതാണ് 11ാമത്തെ മൗലിക കടമ. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക. ഇതാണ് 86ാം ഭേദഗതി വഴി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത 21A എന്ന് പറയുന്ന ആർട്ടിക്കിൾ 11ാമത്തെ മൗലിക കടമയായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? പാർട്ട് 4A. 4Aയിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 4A.
മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി അല്ലേ? മൗലിക കടമകളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാ? 42ാം ഭേദഗതി അല്ലേ? 42ാം ഭേദഗതി. അതെന്നാണ് നിലവിൽ വന്നത്? ഏത് വർഷമാണ് 42ാം ഭേദഗതി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 1976. ഇന്ന് 4ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 6 വരും അല്ലേ? അപ്പോൾ 1976 42ാം ഭേദഗതി. 42ാം ഭേദഗതിയിൽ കൂടിയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏത് അനുച്ഛേദത്തിലാണ്? 21A അല്ലേ? 11ാമത്തെ മൗലിക കടമയാണ് 6 വയസ്സ് മുതൽ മൗലിക കടമയാണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതമായ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക. അത് 21A ആണ് അതിൻ്റെ ആർട്ടിക്കിൾ വരുന്നത്. ഭേദഗതി ഏതായിരുന്നു? 86ാം ഭേദഗതി. 86ാം ഭേദഗതി നിലവിൽ വന്നത് 2002ലാണ്. 2002 ഏത് ആർട്ടിക്കിളാണ് കൂട്ടിച്ചേർത്തത്? 21A ആണ് കൂട്ടിച്ചേർത്തത്. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? 21A. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86ാം ഭരണഘടനാ ഭേദഗതി. 86ാം ഭേദഗതി 2002ലാണ് നിലവിൽ വന്നത്. ഇതിനോടുകൂടി 21A എന്ന് പറഞ്ഞ അനുച്ഛേദം എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ് ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത്. 21A എന്താണ് പറയുന്നത്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ് എന്നാണ് 21A എന്ന അനുച്ഛേദം പറയുന്നത്. ഈ അനുച്ഛേദമാണ് 86ാം ഭേദഗതി വഴി ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത്. ഇതാണ് 11ാമത്തെ മൗലിക അവകാശം. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത് അല്ലേ? 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. ആദ്യമുണ്ടായിരുന്നത് ഏതാ? 10 മൗലിക കർത്തവ്യങ്ങളായിരുന്നു. അത് 1976 42ാം ഭേദഗതിയിലൂടെ ആഡ് ചെയ്തതാണ് 10 മൗലിക കർത്തവ്യങ്ങൾ അല്ലേ? അത് കഴിഞ്ഞിട്ട് അത് 11 ആക്കി. ഒരെണ്ണം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തു. എന്നാണ് 11 ആക്കിയത്? 86ാം ഭേദഗതിയിലൂടെയാണ് 11ാമത്തെ മൗലിക കടമ ആഡ് ചെയ്തത്. അതേതാണ് കൊല്ലം? 2002ലാണ് 86ാമത്തെ ഭേദഗതിയിലൂടെയാണ് 11ാമത്തെ മൗലിക കടമ ആഡ് ചെയ്തത്. ആർട്ടിക്കിൾ എത്രയാണ്? 21A യിലാണ് ആഡ് ചെയ്തത്. അനുച്ഛേദം 51Aയിലാണ് കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. ശരിയാണല്ലേ? 51A ആണ് 1976 42ാം ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കി അല്ലേ? അപ്പോൾ ഏത് അനുച്ഛേദമാണ്, ഏത് ആർട്ടിക്കിളാണ് ആഡ് ചെയ്തത്? 51A. ഭരണഘടനയിലെ ഭാഗം 4Aയിൽ കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അല്ലേ? ഭരണഘടനയിൽ ഭാഗം 4Aയിലാണ് മൗലിക കടമകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ശരി? 3ഉം ശരിയാണ്. ഓൾ ദ എബവ് 1, 2, 3 3ഉം ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഏത് നിയമം അനുസരിച്ചാണ്? ഇത് എത്രാമത്തെയാണ്? ഇത് 11ാമത്തെ മൗലിക കടമയാണ് അല്ലേ?
11ാമത്തെ മൗലിക കടമയാണ് 21A അല്ലേ. ഈ 21A എന്ന് പറഞ്ഞ വകുപ്പ് 11ാമത്തെ മൗലിക കടമയാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. 11ാമത്തെ മൗലിക കടമ ആഡ് ചെയ്തത് ഏത് ഭേദഗതി വഴിയാണ്? 86ാം ഭേദഗതി വഴി അല്ലേ. 86ാം ഭേദഗതി അതെന്നാണ്? വർഷം എന്നാണ്? 2002 86ാം ഭേദഗതി ഭരണഘടന കൊണ്ടുവന്നത്. ഏത് ആർട്ടിക്കിളാണ് ആഡ് ചെയ്തത്? 21A. 21A എന്താണ് പറയുന്നത്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭേദഗതിയാണ്? 86ാം ഭേദഗതി. ആർട്ടിക്കിൾ ഏതാണ്? 21A. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അതും ശരിയാണ് അല്ലേ. ഇവയെല്ലാം ശരി തന്നെയാണ്. ഇവയെല്ലാം മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. ശരിയാണ്. സർക്കാരിയ കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. അല്ല. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത്. തെറ്റായ പ്രസ്താവനയാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. ശരിയാണ് അല്ലേ. അപ്പോൾ ഏതാണ് ശരി? 1ഉം 3ഉമാണ് ശരി. 1ഉം 3ഉം.